നമസ്കാരം. മുംബൈ നഗര മേഖലയിലെ 10 സീറ്റുകളടക്കം മഹാരാഷ്ട്രയിലെ 13ഇടത്താണ് ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ അവസാന ഘട്ട തെരഞ്ഞെടുപ്പിന് കൂടിയാണ് 5ാം ഘട്ടത്തോടെ തിരശ്ശീല വീഴുന്നത്. യഥാർത്ഥ ശിവസേനയാര്, യഥാർത്ഥ NCP ആര്, ആരാണ് വ്യാജന്മാർ, ഇതൊക്കെ തെളിയിക്കാനുള്ള ഒരു പോരാട്ടമായി തന്നെയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. രാപ്പകലില്ലാതെ 2 മാസം നീണ്ടുനിന്ന പ്രചരണമായിരുന്നു മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത്. മോദിയും കെജ്രിവാളും എല്ലാം റാലികളും എത്തി കലാശക്കൊട്ടുമായി മറാത്ത മണ്ണിൽ ഉണ്ടായിരുന്നു. 5ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ മുംബൈ മേഖലയിലേക്ക് വരുമ്പോൾ വീറും വാശിയും ഒക്കെ വാനോളമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. ചിലർക്ക് കണക്ക് തീർക്കാനും അതിനോടൊപ്പം മറ്റു ചിലർക്ക് പിടിച്ചു നിൽക്കാനും ഒക്കെയുള്ള ഒരു പോരാട്ടമായി തന്നെ വേണം മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണാൻ. മഹാനഗര മേഖലയിലെ 10ൽ 5ഇടത്തും ശിവസേനയിലെ ഉദ്ധവ് ഷിൻഡെ പക്ഷങ്ങൾ തമ്മിലാണ് മത്സരമുണ്ടാകുന്നത്. മുംബൈ സൗത്തിൽ ഉദ്ധവ് വിഭാഗത്തിലെ അരവിന്ദ് സാവന്ത് ഹാട്രിക് വിജയം തേടിയാണ് മത്സരരംഗത്തുള്ളത്. കല്യാണിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മകനായ ശ്രീനാഥ് ഷിൻഡെ കളത്തിലുണ്ട്. മുംബൈ നോർത്തിൽ കേന്ദ്ര മന്ത്രിയായ പീയൂഷ് ഗോയൽ മത്സരത്തിനുണ്ട്. കോൺഗ്രസിന്റെ ദലിത് മുഖമായ വർഷ ഗെയ്ക്വാഡും BJPയിലെ ഉജ്ജ്വൽ നിഗവും തമ്മിൽ നേർക്ക് നേർ മുംബൈ നോർത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അടൽ സേതു കടൽപ്പാലം മുതൽ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹേമന്ത് കർക്കര വിഷയം വരെ മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ പ്രചരണത്തിനിടയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. എന്തായാലും ആർക്കും അനുകൂലമായ ഒരു തരംഗം മഹാരാഷ്ട്രയിൽ ഇക്കുറി ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. മോദി തരംഗത്തിൽ കഴിഞ്ഞ 2 തവണയും ഭൂരിപക്ഷം സീറ്റുകളും തൂത്തുവാരിയ BJPക്ക് ഇക്കുറി മഹാവികാസ് അഘാഡി ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. UP കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ, അതായത് 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ 2019 41 എണ്ണവും സ്വന്തമാക്കിയത് NDA തന്നെയായിരുന്നു. ഇത്തവണ അവർ ചില ശത്രുക്കളെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ടാണ് മത്സര രംഗത്തുള്ളത്. NCPയുടെ അജിത് പവാർ വിഭാഗവും അതിനോടൊപ്പം തന്നെ ശിവസേനയിലെ ഷിൻഡെ വിഭാഗവും ഒക്കെ ഇത്തവണ BJPക്കൊപ്പം ഉണ്ട്. അങ്ങനെ ഈ ശത്രുപക്ഷത്ത് നിന്നും അടർത്തിയെടുത്തവർ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു പ്രവചനവും അവിടെ സാധ്യവുമല്ല. ന്യൂനപക്ഷ മറാഠ ദളിത് വോട്ടുകളിൽ നല്ലൊരു വിഭാഗം തന്നെ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് INDA മുന്നണി പ്രതീക്ഷിക്കുന്നത്. ഉദ്ധവിനും ശരത് പവാറിനും അനുകൂലമായ സഹതാപം ഉണ്ട് എന്നുകൂടി അവർ പറയുന്നുണ്ട്. പക്ഷെ അത്ര കണ്ട് സഹതാപമൊക്കെ ഉദ്ധവും ശരത് പവാറും അർഹിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം മറുവശത്ത് BJP ഉയർത്തുന്നുമുണ്ട്. ഷിൻഡെ അജിത് പക്ഷങ്ങൾ ഒപ്പം എത്തിയ കരുത്തിൽ മുന്നിലെത്തും എന്ന് തന്നെയാണ് മഹായുതി സഖ്യം പ്രതീക്ഷിക്കുന്നത്. ഒപ്പം നഗരത്തിലെ വികസന പദ്ധതികളൊക്കെ BJPക്ക് എണ്ണി പറയാൻ സാധിക്കുന്നുമുണ്ട്. കഴിഞ്ഞ 4 ഘട്ടങ്ങളിലും രേഖപ്പെടുത്തിയ കുറഞ്ഞ പോളിംഗ് ഇരു മുന്നണികൾക്കും തലവേദനയാണ്. എന്തായാലും മഹാരാഷ്ട്രയിൽ ഇക്കുറി ഉണ്ടാവുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ അത് ശിവസേന, NCP, BJP, കോൺഗ്രസ് എന്നീ പാർട്ടികളെ നേരിട്ട് തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.